പുരാണ കഥകൾ പാടി കുമ്മിയടിച്ച് ഊരു ചുറ്റാൻ കുമ്മാട്ടികൾ ഇറങ്ങും. ഉത്രാടം മുതൽ മൂന്നോണം വരെ തൃശൂരിന്റെ വിവിധയിടങ്ങളിൽ ശിവഭൂതഗണങ്ങളായ കുമ്മാട്ടികൾ ഇറങ്ങിത്തുടങ്ങും. ദൈവിക പരിവേഷമൊക്കെയുണ്ടെങ്കിലും പക്ഷെ കുമ്മാട്ടികൾക്കുമുണ്ട് പറയാൻ ഒരു സങ്കടകഥ. കാലം മാറുന്നതനുസരിച്ച് കുമ്മാട്ടി വേഷത്തിലെ അനിവാര്യ ഘടകമായ പർപ്പടകപ്പുല്ലിന്റെ ലഭ്യതയും കുറഞ്ഞു കഴിഞ്ഞു. ദേഹമാസകലം പുല്ലുകൊണ്ട് മൂടി പേടിപ്പിക്കുന്ന രൂപത്തിലാണ് കുമ്മാട്ടികൾ. ഓണക്കാലമായാൽ കുമ്മാട്ടി സംഘങ്ങളുടെ പ്രധാന ജോലി കുമ്മാട്ടിപ്പുല്ലുള്ള സ്ഥലങ്ങൾ തേടിപ്പിടിക്കുക എന്നതാണ്. തൃശൂരിൽ നിന്ന് ആലപ്പുഴ, തമിഴ്നാട് എന്നിവിടങ്ങൾ വരെ പുല്ല് തേടിയുള്ള യാത്ര നീളുന്നു. ചിലവാകുന്നത് വലിയ തുകയും അധ്വാനവുമാണെന്ന് കുമ്മാട്ടി സംഘാടകനായ സുരേന്ദ്രൻ ഐനിക്കുന്നത്ത് പറയുന്നു. സ്വാഭാവികമായിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ കുന്നുകൾ ഇടിച്ചു കളയുന്ന പ്രകൃതിയോട് ചെയ്യുന്ന ക്രൂരത കാരണം നമുക്കിത് നിലവിലുള്ള സ്ഥലങ്ങളിലൊന്നും ഇപ്പോൾ പുല്ലില്ല. പണ്ട് നമുക്കിതൊരു 10 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ പുല്ല് കിട്ടിയിരുന്നെങ്കിൽ ഇന്ന് 10 അല്ല 100 കിലോമീറ്റർ പോയാലും കിട്ടാത്ത അവസ്ഥയാണിത്. കാരണം ഇക്കൊല്ലം പോയി നമുക്ക് എവിടുന്നേലും ഒരു ചാക്ക് പുല്ല് കിട്ടി കഴിഞ്ഞാൽ അടുത്ത കൊല്ലം ചെല്ലുമ്പോൾ അവിടെ ആ കുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ അവിടുത്തെ അത് വേറെ എന്തെങ്കിലും രീതിയിൽ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം പുല്ല്, പർപ്പിടകപ്പുല്ല് വലിയ ഒരു പ്രതിസന്ധിയെ തന്നെയാണ് നേരിടുന്നത്. യാത്ര ചിലപ്പോൾ ദിവസങ്ങളോളം നീളും. പുല്ല് ചെത്തി വാടാതെ എത്തിച്ചാണ് ഉപയോഗിക്കുന്നത്. ചില സംഘങ്ങൾ പുല്ല് നട്ടുവളർത്തുന്നുമുണ്ട്. ഓരോ കുമ്മാട്ടിക്കും വേഷം കെട്ടാനും പുല്ല് തയ്യാറാക്കാനും മറ്റും 5000-ലേറെ രൂപ ചെലവ് വരുന്നുണ്ടെന്നാണ് സംഘാംഗങ്ങൾ പറയുന്നത്. സമീപകാലങ്ങളിൽ ഈ ചെടി ലഭിക്കാൻ തമിഴ്നാട് വരെ ചില സംഘങ്ങൾക്ക് പോകേണ്ടി വന്നു എന്നതും ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യമാണ്. സാധാരണ വെട്ടുകല്ലുള്ള ഈർപ്പം കുറഞ്ഞെടുത്താണ് ഈ പുല്ല് കാണുക. ചെമ്മണ്ണുള്ള ഇടങ്ങളിലും ഇവ നന്നായി വളരും. ഗ്രാമങ്ങളിൽ കുന്നിടിച്ചൽ വ്യാപകമായതോടെ കുമ്മാട്ടിപ്പുല്ല് അപ്രത്യക്ഷമായി തുടങ്ങിയതാണ് ഈ കലാരൂപം നേരിടുന്ന വെല്ലുവിളി. ആയിരക്കണക്കിന് പേരെത്തുന്ന കിഴക്കുംപാട്ടുകരയിലെ വടക്കുംമുറി, കിഴക്കുംമുറി കുമ്മാട്ടികളും പൃഥ്വി, നെല്ലങ്കര കുമ്മാട്ടികളും ഇത്തവണ ഒരുക്കം ആരംഭിച്ചു. ശിവൻ, ഹനുമാൻ, സുഗ്രീവൻ, ബാലി, അപ്പൂപ്പൻ, അമ്മൂമ്മ, കാട്ടാളൻ, കാലൻ, ഗരുഡൻ, ഗണപതി, കാളി, തെയ്യം, ശ്രീകൃഷ്ണൻ, ബ്രഹ്മാവ്, തള്ള എന്നിങ്ങനെയാണ് പ്രധാന വേഷങ്ങൾ. കിരാതവേഷത്തിൽ ശിവപാർവതിമാർ തങ്ങളുടെ ഭക്തരെ കാണാനിറങ്ങിയപ്പോൾ അവരെ അനുഗമിച്ച ഭൂതഗണങ്ങളാണ് കുമ്മാട്ടികളെന്നാണ് സങ്കല്പം. അതുകൊണ്ട് ഇതിന് ഭക്തിയുടെയും വിശ്വാസത്തിന്റെയും ഒരു പരിവേഷം കൂടിയുമുണ്ട്. തൃശൂരിന്റെ സ്വന്തമായ കലാരൂപമാണ് കുമ്മാട്ടികളും പുലിക്കളിയും. ആയിരക്കണക്കിന് പേരെത്തുന്ന കിഴക്കുംപാട്ടുകരയിലെ വടക്കുംമുറി, കിഴക്കുമുറി കുമ്മാട്ടികളും പൃഥ്വി, നെല്ലങ്കര കുമ്മാട്ടികളും ഓണം കളറാക്കാൻ ഒരുക്കം ആരംഭിച്ചു കഴിഞ്ഞു. ഈ ഓണത്തിനാണ് സോളാർ വെക്കാൻ ശരിയായ സമയം. പ്രധാനമന്ത്രി സൂര്യഘർ പദ്ധതിയിലൂടെ 78,000 രൂപ വരെ സബ്സിഡി, കുറഞ്ഞ പലിശയിൽ ബാങ്ക് EMI സൗകര്യവും, ഓണം സ്പെഷ്യൽ സമ്മാനങ്ങളും. സോളാർ വാങ്ങുമ്പോൾ ഫ്രീ ഇൻഡക്ഷൻ കുക്കർ, സോളാർ വാട്ടർ ഹീറ്റർ വാങ്ങുമ്പോൾ ഫ്രീ എയർ ഫ്രയർ. 27 വർഷങ്ങളുടെ വിശ്വാസവുമായി കേരളമൊട്ടാകെ പോസിറ്റീവ് ബിസിനസ് സൊല്യൂഷൻസ്. ഓണം ആഘോഷിക്കൂ, ലാഭം സ്വന്തമാക്കൂ.